ധോണി ഒരു സ്കാം ആണെന്ന് ഞാൻ നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. അന്ന് നിങ്ങൾ എന്നെ പുച്ഛിച്ചു, തെറി വിളിച്ചു, എന്തൊക്കെ പറഞ്ഞു. ഞാൻ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴൊക്കെ മുഴുവൻ തെറിയാണ് കാണുന്നത്. എന്നോട് ആര് പറഞ്ഞു ധോണി കളിക്കില്ല എന്നുള്ളത്, വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് തുടങ്ങി ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടു. ഉണ്ടാണ്ടായിരുന്നു, ഞാൻ ഒന്നും പ്രതികരിച്ചു ഒന്നുമില്ല, വെയിറ്റ് ചെയ്തു. പക്ഷെ ഞാനിത് പറഞ്ഞത് ഏകദേശം ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. പക്ഷേ 2 ആഴ്ച മുന്നേ ഞാൻ പറഞ്ഞു ഒരു 2 വീക്സ് ഇഞ്ചുറി മാത്രമല്ല ധോണിക്കുള്ളത്, ധോണി ഈ സീസൺ കളിക്കാൻ പോകുന്നില്ല, അത് CSK ആദ്യമേ എടുത്ത നിലപാടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ധോണി ഇല്ല, ധോണി ഫ്രെയിമിലേ ഇല്ല, ധോണി കളിക്കുന്നില്ല. ധോണി ഒരു സ്കാം ആണെന്ന് ആദ്യം തൊട്ടേ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രേക്ഷകർ പതുക്കെ മനസ്സിലായി തുടങ്ങി ധോണി സ്കാം ആണെന്ന്. അതുകൊണ്ട് തെറി വിളിച്ചവർ മാറ്റി പറയുമല്ലോ എന്നും എനിക്കറിയില്ല. എനിക്കൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. ധോണി ഒരു സ്കാം ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇതുപോലെ പല പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് CM ആവില്ല, CM ആവുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ 8 ആക്കി മടക്കി പോക്കറ്റ് വെച്ചു എന്ന് പറഞ്ഞ അതേ വ്യക്തി തന്നെയാണ് ഞാൻ. ഇപ്പോൾ TVK ജയിച്ച് വിജയ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു ആസ് എ CM. പക്ഷേ ധോണിയുടെ കാര്യം ഇതേ രീതിയിലേ വരുള്ളൂ എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ്. പലരും ധോണിയുടെ അത്രയും ആരാധകരായതുകൊണ്ട് പലർക്കും കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് പറയാൻ കാരണം. ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലത്തെ മത്സരം ജയിച്ചു. ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടായിരുന്നു മത്സരം. ഗംഭീര മത്സരമായിരുന്നു കേട്ടോ. അതായത് ലക്നൗ 203 അടിക്കുന്നു, ചെന്നൈ അത് ഗംഭീരമായിട്ട് ചേസ് ചെയ്യുന്നു. ഉറുവിൽ പട്ടേലിൻ്റെയൊക്കെ കളി കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നിപ്പോയി. 23 പന്തിൽ നിന്നും 65 റൺസ് അടിക്കുക. സഞ്ജു സാംസൺ 14 പന്തിൽ നിന്നും 28 റൺസ് സ്കോർ ചെയ്തു. ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ഗംഭീരമായ ഇന്നിങ്സ് ഇല്ലാതെ 14 പന്തിൽ 28 സ്ട്രൈക്ക് റേറ്റ് ഓഫ് 200 മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 50യോ അല്ലെങ്കിൽ ഒരു 50ക്ക് അടുത്തോ അല്ലെങ്കിൽ 100 ഒന്നും അടിക്കാതെ CSK വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്നലെ കളിച്ചത് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഓവറൊക്കെ മാർക്കറത്തിന് കൊടുത്തത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും LSG ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചെങ്കിൽ പോലും CSK വേ ഹെഡ്. 4 പന്ത് ബാക്കി നിൽക്കെ CSK ജയിക്കുകയും ചെയ്തു. ഉറുവിൽ പട്ടേലിൻ്റെ ഇന്നിങ്സ് അതിഗംഭീരമായിട്ട് തോന്നി. അതിനെപ്പറ്റി പ്രധാനമായിട്ട് സംസാരിക്കുന്നത് 8 6 2 4 23 പന്തിൽ 65 റൺ എടുത്തു. ഋതുരാജ് ഗെയ്ക്വാദ് 28 പന്തിൽ 42 റൺസും എടുത്തു, വിച്ച് വാസ് എ ഗുഡ് നോക്ക് എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഗംഭീരമായ ഒരു കളിയായിരുന്നു ഉണ്ടായത്. പക്ഷേ വീണ്ടും ഒരു കാര്യം ആവർത്തിക്കാം, ധോണി വരാൻ പോകുന്നില്ല. ധോണി എന്തുകൊണ്ട് വരാൻ പോകുന്നില്ല? ധോണിക്ക് പകരം റീപ്ലേസ്മെൻറ്റ് സഞ്ജു സാംസൺ ഉണ്ട് അവിടെ. ഇന്നലെ സഞ്ജുവിൻ്റെ ഒരു ഗംഭീരമായ ക്യാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അത് കോമൻറ്റേറ്റേഴ്സ് അതിനുശേഷം വലിയ സംസാരിക്കുന്നതായിട്ടൊന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞ വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ ഇപ്പോൾ സഞ്ജു സാംസൺ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാറ്റർ എന്ന രീതിയിലും CSKക്ക് വേണ്ടി കൃത്യമായി പെർഫോം ചെയ്യുന്നുണ്ട് സഞ്ജു അവിടെ. ഇനി സഞ്ജുവിനെ മാറ്റി അവിടെ ധോണിയെ കൊണ്ട് വരിക എന്നൊക്കെ എന്തായാലും ധോണി ഫീൽഡ് ചെയ്യാൻ പോകുന്നില്ല, അതിനകത്തൊരു തർക്കമില്ലല്ലോ, ഇല്ല. അപ്പോൾ ധോണി നിൽക്കണമെങ്കിൽ കീപ്പർ നിൽക്കണം. അപ്പോൾ സഞ്ജുവിനെ മാറ്റി ധോണി കീപ്പറാക്കുക, വെറുതെ ടീമിൻ്റെ ബാലൻസ് തെറ്റിക്കുന്ന എന്തിനാ? പിന്നെ CSK ആവട്ടെ ടീം ചേഞ്ചസോ ഫോർമേഷൻസിലോ അധികം വിശ്വസിക്കുന്ന ഒരു ഫ്രാഞ്ചൈസേ അല്ല, പണ്ടോട്ടേ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് പരിക്കുകളുടെ ഇടയിൽ ഒന്നാമത് കുറേ ചേഞ്ചസ് വരുത്തേണ്ടി വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ധോണിയുടെ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും CSK ചിന്തിക്കില്ല. ഞാൻ വീണ്ടും ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ധോണിയുടെ ഫെയർവെൽ CSK കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ IPL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് റോർ 2026 എന്ന പരിപാടി ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നു ചെപ്പോക്കിൽ. അതായത് ഇതുവരെ CSKയിൽ കളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പല പ്ലെയേഴ്സും അവിടെ എത്തി. മൈക്ക് ഹസീൻ, മാത്യു ഹേഡനും, മുത്തയ്യ മുരളീധരനും, സുബ്രഹ്മണ്യം ബദ്രിനാഥ്, സുരേഷ് റെയ്ന, അങ്ങനെ യു നെയിം എനി, ശതബ് ജക്കാത്തി, ഇവരെല്ലാവരും തന്നെ, മുരളി വിജയ്, ഇവരെല്ലാവരും ചെപ്പോക്കിലേക്ക് വന്നു, ഒരുമിച്ച് കളിച്ചു എന്നൊക്കെ പറഞ്ഞത് ഫാൻസിന് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്നത് ആയിരുന്നു. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ദ ബെസ്റ്റ് പരിപാടി പ്രോഗ്രാം ബൈ എനി ഫ്രാഞ്ചൈസ് CSKയുടെ തന്നെയായിരുന്നു, വിത്തൗട്ട് എ ഡൗട്ട്. അങ്ങനെ ചെപ്പോക്ക് അട്ടക്റ്റീവായിരുന്നു ധോണി സംസാരിക്കുക. ധോണിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് അവിടെ ഒരുക്കി, 5 IPL ട്രോഫീസുമായിട്ട് ധോണി അവിടെ നടക്ക് നിൽക്കുന്ന ഫോട്ടോ പോസിങ് എല്ലാം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ഫെയർവെൽ ഫോർ മഹേന്ദ്ര സിംഗ് ധോണി ഇൻ CSK ജേഴ്സി. അതും കഴിഞ്ഞിട്ട് ധോണി പിന്നെയും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമ്പോഴേക്കും ഇതിനും മുകളിലൊരു ഫെയർവെൽ ഒരുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ആ ഒരു ഫെയർവെൽ CSK നടത്തി കഴിഞ്ഞു, അത് കൊടുത്തു കഴിഞ്ഞു. ഇനി അതില്ല, അത് ഫെയർവെൽ ഒന്നും അല്ല, അതൊരു വെറും പരിപാടിയാണ്, നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരുന്നു. അത് ഈ വീഡിയോയ്ക്ക് മാത്രമല്ല, ഇതിന് മുന്നേ ചെയ്ത വീഡിയോയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ധോണിയുടെ പ്രായം മാത്രമല്ലല്ലോ, CSK ഹാസ് ടു മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. പക്ഷേ എനിക്കിവിടെ മാനേജ്മെൻറ്റിൻ്റെ പരിപാടി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ CSK മാനേജ്മെൻറ്റ് ഇതിന് പിന്നിൽ നല്ല കൃത്യമായ ഹോംവർക്ക് എടുത്തിട്ടാണ് വന്നത് എന്നത് മനസ്സിലായി. CSK മാനേജ്മെൻറ്റ് എന്താ ചെയ്തത്? റോർ 2026 ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് മത്സരം തുടങ്ങുന്നതിന് ജസ്റ്റ് മണിക്കൂറുകൾക്ക് മുമ്പാണ് CSK അവരുടെ ഒഫീഷ്യൽ പേജിൽ ധോണിക്ക് ഇങ്ങനൊരു പരിക്കുണ്ട്, കാഫ് ഇഞ്ചറി ഉണ്ട്, അതുകൊണ്ട് ധോണി ആദ്യത്തെ 2 ആഴ്ച കളിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത്. ഫാൻസിന് ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ, ധോണി ഇല്ലാണ്ട് എങ്ങനെ ഞങ്ങൾ ഈ സീസൺ കാണുമെന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് CSK ആക്ച്വലി ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് സഞ്ജുവിൻ്റെ ട്രേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ
കാർത്തിക് ശർമ്മ ആയിക്കോട്ടെ, ഉർവിൽ പട്ടേൽ, അവരെയൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുപോകണം, പ്രശാന്ത് വീർ, ഇവരൊക്കെ വെച്ച് കൊണ്ടുപോകണം, പുതിയ താരങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലും ഉണ്ടായിരുന്ന ഒരു ആംഗിൾ. അത് പതുക്കെ കൊണ്ടുപോയി ആളുകൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി, ഇത് ധോണി ഇല്ലാണ്ടും നമ്മൾ പഠിക്കണമല്ലോ, ധോണി ഇല്ലാണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ധോണിയെ പറ്റി അധികം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല, അങ്ങനെ കൊണ്ടുപോയി പതുക്കെ ആളുകളിൽ നിന്ന് ധോണി എന്ന് പറയുന്ന ഫാക്ടർ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഫെയ്ഡ് ചെയ്യാമെന്ന് ഞാൻ പറയാൻ കാരണം ഈ ധോണീനെ മറന്നുകൊണ്ടുള്ള ആരാധകർ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം, ധോണി ഇല്ലാണ്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, ഞങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറാണ്, CSKക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, അതിന് ധോണി വേണമെന്നില്ല. ധോണി നിങ്ങൾ ഏതെങ്കിലും മത്സരത്തിൽ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല? ധോണി കണ്ടിട്ടില്ല. ധോണി ഹോട്ടൽ റൂമിലാണെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. ഹോട്ടൽ റൂമിലാണോ എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ധോണി എന്ന് പറയുന്ന ഫാക്ടർ പതുക്കെ മൈനസ് ചെയ്ത് കൊണ്ടുവരാനാണ് CSK മാനേജ്മെൻറ്റ് ശ്രമിച്ചത്, വിച്ച് വാസ് ബെസ്റ്റ്. അല്ലാതെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ധോണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫാൻ ബേസ് മുഴുവൻ കളഞ്ഞ് ടീമിനെ ഭയങ്കര സമ്മർദ്ദത്തിലാക്കി, മാനേജ്മെൻറ്റ് സമ്മർദ്ദത്തിലായി, അങ്ങനത്തെ പരിപാടി കളിക്കാണ്ട് കൃത്യമായിട്ടുള്ള എന്താ പറയുക, ഈ മെഡിക്കൽ ടേംസിലേക്ക് പറയുന്നത് നമ്മൾ കൃത്യമായ സർജറി ചെയ്തിട്ടാണ് CSK ഇവിടെ കളിച്ചത് എന്നുള്ളത് തന്നെയാണ്. സോ പോയിന്റ്സ് ടേബിൾ എടുത്ത് നോക്കുമ്പോഴേക്കും CSK ഹാവ് എ ഗുഡ് ചാൻസ്. 11 മത്സരങ്ങളിൽ നിന്ന് 6 ജയം 5 തോൽവിയായിട്ട് 5ാം സ്ഥാനത്താണ് ടീം വിത്ത് 12 പോയിന്റ്. CSK അടുത്ത എല്ലാ കളിയും ജയിക്കണം, അടുത്ത 3 കളിയും CSK ജയിക്കണം, അനിവാര്യമാണ്. അങ്ങനെ ജയിച്ച് വന്നാൽ CSK ക്വാളിഫൈ ചെയ്യാം. മുംബൈ ഇന്ത്യൻസ് എന്തായാലും ഖത്തം, ഗുഡ് ബൈ ഗയ എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് വ്യക്തമായി. ഇറ്റ് വാസ് എ ത്രില്ലർ കോൺടെസ്റ്റ് ഒക്കെ, ഭയങ്കര രസമായിരുന്നു കളി. RCBക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർക്ക് ലാസ്റ്റ് അടിച്ച് കവേഴ്സിലൂടെയൊക്കെ അടിച്ച 6 കണ്ട് എനിക്ക് വാവ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ബോളിൽ 2 റണ്ണ് വേണം, ബൗളർക്ക് നേരെ അടിച്ചു കൊടുത്തു, ബൗളർ മിസ്ഫീൽഡ് ചെയ്ത് ലോങ് ഓണിൽ പോയി, ഫീൽഡർ നേരെ കീപ്പറിലേക്ക് കീപ്പർ സെൻറ്റിൽ എറിഞ്ഞു. പക്ഷേ റാഷിദ് ഖാനൊക്കെ അവിടെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലിയൊക്കെ പമ്പഡപ്പായിരുന്നു. വിരാത്തിൻ്റെ സന്തോഷം കണ്ടിട്ട് RCB അങ്ങനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തി. 11 കളിയിൽ നിന്ന് 7 ജയം 4 തോൽവി. മുംബൈ ഇന്ത്യൻസ് ഒഫീഷ്യലി ആർ ഔട്ട് ഓഫ് ദ ടൂർണമെൻറ്റ്. 11 കളിയിൽ 3 ജയവും 8 തോൽവിയുമായിട്ട് നിൽക്കുന്നു. ഇനി അടുത്ത 6 എത്തിയാൽ പോലും മുംബൈ ഇന്ത്യൻസിന് ഇനി അടുത്ത 3 കളി ജയിച്ചാൽ പോലും മുംബൈ ഇന്ത്യൻസ് പുറത്താവുകയാണ്. LSG മുംബൈ ഇന്ത്യൻസും അങ്ങനെ ഒഫീഷ്യലി പുറത്തായിരിക്കുകയാണ് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എവിടെയാണ് മുംബൈക്ക് പഴിച്ചത്? നമ്മൾ ക്രിക്കറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ സമയത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നത് മുംബൈ ഫൈനലിസ്റ്റ് ആവാൻ യോഗ്യതയുണ്ട് ടീം എന്നാണ് പറഞ്ഞത്. കാരണം അമ്മാതിരിയാണല്ലോ പേപ്പറിൽ നിൽക്കുന്ന പ്ലെയേഴ്സ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റയൻ റിക്കിൾട്ടൺ, ക്വിൻറ്റൻ ഡീകോക്ക്, നമൻദീർ, അത്ര തിളങ്ങുന്ന ഒരു ബാറ്റിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ അവിടെ നിൽപ്പുണ്ട്, ജസ്പ്രീത് ബുംറ ബൗളർ അവിടെ നിൽക്കുന്നുണ്ട്. സി യു ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻ യുവർ ടീം ആൻഡ് സ്റ്റിൽ യു എൻഡ് അപ്പ് ലാസ്റ്റ് ഇൻ ദ പോയിന്റ്സ് ടേബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിനിടയിൽ ടീമിനകത്ത് പ്രശ്നം, ടീമിന് പുറത്ത് പ്രശ്നം, മാനേജ്മെൻറ്റും ടീമും തമ്മിൽ പ്രശ്നം, ക്യാപ്റ്റനും പ്ലെയേഴ്സും തമ്മിൽ പ്രശ്നം, പ്രശ്നത്തോടെ പ്രശ്നം. അങ്ങനെ നിൽക്കുന്ന ഒരു ടീം എങ്ങനെ ജയിക്കാനാണ് അല്ലേ? യു നീഡ് കോൺഫിഡൻസ്, യു നീഡ് ഒരു ഓക്കെ മോഡെങ്കിലും ടീം ആവാണ്ട് എങ്ങനെ ജയിക്കാനാണ്? അത് മുംബൈയുടെ കാര്യം. 1 ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന MI. CSK സ്റ്റിൽ ഹാവ് ഹോപ്സ് ഇൻ ദർ സൈഡ്. അത് CSKക്ക് അവരുടേതായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധോണി സ്കാമാണ്, പ്രിയപ്പെട്ട പക്ഷേ സ്കാമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.